ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഹോൾ സിലബസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതിനെ പറ്റിയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 അടങ്ങുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ സിലബസ് എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 1ലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 ആണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതില് ഒരു 1.1 ആൻഡ് 1.2 ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് ഒരു പ്രോബ്ലം സെക്ഷനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോക്കകത്ത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1നകത്ത് വരുന്നത് എലിമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ് റിവിഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എലിമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സിനെ നമ്മൾ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്തെടുക്കുന്ന ഒരു മെത്തഡാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് മാത്രമേ നമ്മൾ ഇതിൽ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇതിൽ നമ്മൾ എന്താ പറയാ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, പ്ലെയിൻ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ഇതിന്റെയൊക്കെ കൈനമാറ്റിക്സും അതിന്റെ ഡൈനാമിക്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ന്യൂട്ടൺസ് ലോസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് സോൾവ് ചെയ്യുന്നത്. അപ്പം ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാർജ് ഒബ്ജക്ട്സ് അറ്റ് ലോ സ്പീഡ്, അതായത് ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് വളരെ സ്ലോ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ടൈപ്പ് ഒബ്ജക്ട്സിനാണ് നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നേരെ തിരിച്ച് ഹൈ സ്പീഡ് സ്മോൾ പാർട്ടിക്കിൾസിന് എന്തായിരിക്കും ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫെയിൽ ചെയ്യും. അപ്പൊ ഈ ഒരു ഐഡിയയും കൂടിയാണ് ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ ഒരു എന്താ പറയാ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ എന്താ പറയാ, ഇറ്റ് ബ്രേക്ക് ഡൗൺസ് ഫോർ ദ ഒബ്ജക്ട്സ് മൂവിംഗ് നിയർ ലൈറ്റ് സ്പീഡ് ഓർ സബറ്റോമിക് പാർട്ടിക്കിൾസ്. സബറ്റോമിക് പാർട്ടിക്കിൾസിന്റെ സ്കെയിലിലോ അല്ലെങ്കിൽ ലൈറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സ്കെയിലിലോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സബറ്റോമിക് പാർട്ടിക്കിളിന്റെ കേസിൽ വരുമ്പോൾ എന്തായിരിക്കും, മാസ് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പൊ അത്രയും സ്പീഡിൽ പോകുന്ന പാർട്ടിക്കിളിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മോഡേൺ തിയറീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. നമുക്ക് എന്താ പറയാ, ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുവാണെങ്കിലും നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയനും ഒക്കെ നമ്മൾ വൈഡ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയണം. സ്പെഷ്യൽ റിലേറ്റിവിറ്റി മീൻസ് സംതിങ് വിത്ത് പാർട്ടിക്കിൾസ് ദാറ്റ് ഗോസ് ത്രൂ അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റിൽ പോകുന്ന പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് ഉള്ള സ്റ്റഡിയാണ്. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ്, ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എന്താ സബറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി 19th സെഞ്ച്വറിയിലാണ് ഈ പറയുന്ന ഇന്നോവേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്, ഓയിലർ, ലഗ്രാഞ്ചസ്, ഹാമിൽട്ടോണിയൻ, ജേക്കോബി എന്ന് പറയുന്ന കുറെ സയന്റിസ്റ്റ് അനലിറ്റിക്കൽ മെക്കാനിക്സ് യൂസ് ചെയ്ത് നമ്മുടെ പ്രോബ്ലംസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് നോക്കിയത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഐഡിയ ആണ് ഈ ഒരു കോഴ്സിലൂടെ പോകുന്നത്. അപ്പൊ നമ്മുടെ ഹോൾ കോഴ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന്റെ ഫോക്കസ് എന്താണ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ പറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒരു ബ്രഷപ്പ് ചെയ്ത ഒരു ഐഡിയ വേണം. സിംഗിൾ പാർട്ടിക്കിൾ മോഷനെ പറ്റിയിട്ട് വേണം. ഈ സിംഗിൾ പാർട്ടിക്കിൾ മോഷനെ യൂസ് ചെയ്ത് നമ്മൾ മൾട്ടി പാർട്ടിക്കിൾ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ലഗ്രാഞ്ചിയസ് ഫോർമുലേഷൻ ആണ്. നമ്മൾ മെയിൻലി ലഗ്രാഞ്ചിയസ് ഫോർമുലേഷൻ ഓഫ് മെക്കാനിക്സ് ആണ് ബ്ലോക്ക് 1ൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷനിലേക്ക് വരാം, മോഷൻ ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ. മോഷൻ ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ ഏത് സ്പേസിലാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്, 3D സ്പേസിലാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിള് ഒരു പെർട്ടിക്കുലർ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്ടൺസ് ലോസ് ഇനി ഈ പാർട്ടിക്കിൾസിന് അപ്ലൈ ചെയ്യും. ന്യൂട്ടൺസ് ലോസ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്, പാർട്ടിക്കിൾ ഓർ ദ ഒബ്ജക്ട് ഹൂസ് ഫിസിക്കൽ സൈസ് ക്യാൻ ബി ഇഗ്നോർഡ് വൈൽ അനലൈസിങ് ദ മോഷൻ. അതായത് നമ്മളിപ്പം ആസ് പാർട്ടിക്കിൾ അത് നോക്കുമ്പോഴത്തേനും
പാർട്ടിക്കിളിന്റെ മോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമുക്ക് ന്യൂട്ടൺസ് ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പാർട്ടിക്കിളിനെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനേക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു എക്സ്റ്റെൻഡഡ് പാർട്ടിക്കിൾ സ്കെയിലിലേക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ എക്സ്റ്റെൻഡഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സിസ്റ്റം ആയിരിക്കും. അതായത് ഇപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് എണ്ണി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു കണ്ടിന്യൂസ് പാർട്ടിക്കിൾ ആയിട്ട് അനലൈസ് ചെയ്യും. പക്ഷെ നമുക്ക് അറിയാം ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമുക്കൊരു കണ്ടിന്യൂസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ വേവ് ഓഫ് പാർട്ടിക്കിളിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ സ്മോൾ പോയിന്റ് സൈസ് ആയിട്ടുള്ള മാസസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നമുക്കൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ മാതിരിയല്ല നമ്മൾ ചെയ്യുന്നത്, ഓരോ ഡിസ്ക്രീറ്റ് ആയിട്ട് പാർട്ടിക്കിളിനെ നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിനകത്ത്. വിത്ത് ഇറ്റ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, എന്താ പറയാ, ഒരു പോയിന്റ് മാസിന് ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇതിനെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ അപ്രോക്സിമേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്രോക്സിമേഷൻസ് ഇൻ ദ സെൻസ് നമുക്ക് എപ്പോഴും ഒരു ഐഡിയൽ കണ്ടീഷൻ വേണം. ഒരു പാർട്ടിക്കിളിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു ഐഡിയൽ കണ്ടീഷൻ വേണ്ടേ? അപ്പൊ ഐഡിയൽ കണ്ടീഷൻ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ റൊട്ടേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, ഒരു നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ആ കൺസെപ്റ്റ് നമുക്ക് പിന്നെയും ഓക്കെയാണ്. പക്ഷെ ഈ എർത്ത് തന്നെ അതിന്റെ ഇറ്റ്സ് ഓൺ ആക്സിസിൽ കിടന്ന് സ്പിൻ ചെയ്യുന്ന സമയത്ത് അതിന് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ലിമിറ്റേഷൻസും കാര്യങ്ങളും നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്ന, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഒരു 3D സ്പേസിലേക്ക് പ്ലേസ് ചെയ്യാണ്. ആ 3D സ്പേസിൽ അതിന് കുറച്ച് ഫോഴ്സസ് അതിൽ എഫക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. ആ പാർട്ടിക്കിളിനെ ഒരു 3D സ്പേസിനകത്ത് കൺഫൈൻ ചെയ്തു. 3D സ്പേസിനകത്ത് കൺഫൈൻ ചെയ്തെങ്കിൽ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക, അതായത് ഈ പാർട്ടിക്കിൾ ഇന്ന പ്ലേസിലുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വിളിച്ചു ചോദിക്കുക, നിങ്ങളിപ്പോ എവിടെയാ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയാ, ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂർ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതിലും എളുപ്പം എന്താണ്, തിരുവനന്തപുരത്തെ ഇന്ന സ്പേസിൽ ഇന്ന കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്നില്ലേ കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ അതായത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ എന്താ പറയാ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്ത് വേണം, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. ഫ്രെയിം ഓഫ് റെഫറൻസ് മീൻസ് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിനകത്ത് അത് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റണം. അതിനാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പം ഒരു പാർട്ടിക്കിൾ, ഒരു ബോള് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നതിലും എളുപ്പമാണ് എന്താണ്, എക്സിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ്, വൈയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ്, സെഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ എളുപ്പം, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പം. ഇനി ഇതിന് തന്നെ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും. ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ പ്രത്യേകത എന്താണ്, അത് റൊട്ടേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ ആക്സിലറേറ്റിംഗ് ആയിരിക്കും. ആ ഫ്രെയിം റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ആയിരിക്കും. നമ്മുടെ ന്യൂട്ടൺസ് ലോസ് അപ്ലൈ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് മാത്രമേ നമുക്ക് ന്യൂട്ടൺസ് ലോസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ പ്രത്യേകത എന്താണ്, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ വിൽ ബി എഫക്റ്റഡ് ബൈ ഇനേർഷ്യ, വിച്ച് മീൻസ് the particles moves in a straight line with a constant speed if no external force is acting. ഒരു പാർട്ടിക്കിള് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അൺലെസ് ഇറ്റ് ഇസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് പോലെ തന്നെയാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുന്നത്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ വേറൊരു പ്രത്യേകത എന്താണ്, ഇറ്റ് ഇസ് ഹോമോജീനിയസ് ആസ് വെൽ ആസ് ഐസോട്രോപിക്. ഹോമോജീനിയസ് മീൻസ് സെയിം, ഐസോട്രോപിക് മീൻസ് സെയിം ഡയറക്ഷൻ. അങ്ങനെയായിരിക്കും. ഓക്കെ, അതായത് ഇന്ന ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ കഴിയുമ്പോഴത്തേക്കും വേറൊരു ഡയറക്ഷൻ കാണിക്കും, അങ്ങനെയല്ല, ഐസോട്രോപ്പ് ആയിരിക്കും. അത് ഐസോട്രോപ്പി ഇൻ ദ സെൻസ് സെയിം ഡയറക്ഷൻ, അല്ലെങ്കിൽ ഹോമോജീനിയസ് മീൻസ് സെയിം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇനേർഷ്യൽ നമ്മളൊരു പാർട്ടിക്കിളിനെ 3D സ്പേസിൽ കൺഫൈൻ ചെയ്തു, അതിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഡൈനമിക്കൽ വേരിയബിൾസ് ആണ്. ഡൈനമിക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേരിയബിൾസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം.
ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള വേരിയബിൾസിനെ ആവശ്യമാണ്. ആ വേരിയബിൾസിനെയാണ് നമ്മൾ ഡൈനമിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഡൈനമിക്കൽ വേരിയബിൾസിന്റെ പ്രത്യേകത എന്താണ്? ഓവറോൾ സിസ്റ്റം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ ഡൈനമിക്കൽ സിസ്റ്റം തരുന്നത്. ഓക്കെ, ഈ ഡൈനമിക്കൽ സിസ്റ്റത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം ആൻഡ് ഓവറോൾ ടൈം അണ്ടർ ദ എക്സ്റ്റേണൽ ഫോഴ്സ്. ഏതൊക്കെ പൊസിഷൻ വെക്ടർ ആണ്, വെലോസിറ്റി ആണ്, ആക്സലറേഷൻ ഉണ്ടോ, അത് മൊമെന്റോ ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റമും നമ്മുടെ ഡൈനമിക്കൽ വേരിയബിൾസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പം പല ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് അറിയാം. കാർട്ടീഷ്യൻ, സ്പെറിക്കൽ പോളാർ, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പൊസിഷൻ വെക്ടേഴ്സിന് എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ്, വൈ ആൻഡ് സെഡ്. 3 വേരിയബിൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഡിഫൈൻ ചെയ്യാൻ ഒരു പൊസിഷൻ വെക്ടർ മതി. ആ പൊസിഷൻ വെക്ടറിന് എത്ര വേരിയബിൾസ് ഉണ്ട്? 3 വേരിയബിൾസ് ഉണ്ട്. എക്സ്, വൈ ആൻഡ് സെഡ്. ഓക്കെ, അപ്പൊ എക്സ്, വൈ ആൻഡ് സെഡ് വേരിയബിൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോ ഒരു പാർട്ടിക്കിളിന് 3 കോർഡിനേറ്റ്സ് ഉണ്ട്, അതായത് എക്സ്, വൈ, സെഡ് ഉണ്ട്. അപ്പൊ എൻ പാർട്ടിക്കിളിനോ 3n കോർഡിനേറ്റ്സ് ഉണ്ടാവും. എം പാർട്ടിക്കിൾ ആണെങ്കിൽ 3m കോർഡിനേറ്റ്സ്. ഓക്കെ, 3 ടൈംസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം. അങ്ങനെ, അതായത് ഒരു പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് 3 എണ്ണം ഉണ്ട്. അതായത് 3 എന്താ പറയാ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് 3D സ്പേസിലായതുകൊണ്ട്. അപ്പൊ പിന്നെ n പാർട്ടിക്കിൾ വരുമ്പോഴത്തേനും എത്രയാവും? 3n കോർഡിനേറ്റ്സ് ആയിരിക്കും. ഓക്കെ, ശരി, ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ദാറ്റ് ഇസ് നീഡഡ് ടു ഡിഫൈൻ ദ പൊസിഷൻ ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പാർട്ടിക്കിളിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് വേണം, എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് വേണം, അതിന്റെ മെഷർമെന്റ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഇൻ 3D സ്പേസിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. വൈ? ഇറ്റ് ഇസ് എക്സ്, വൈ ആൻഡ് സെഡ്. മൂന്ന് വേരിയബിൾസ് അല്ലേ നമുക്ക് വേണ്ടത്. ഈ 3 വേരിയബിൾസും ഇൻഡിപെൻഡന്റ് അല്ലേ? എക്സ് ഒരു ഡയറക്ഷനിൽ, വൈ ഒരു ഡയറക്ഷനിൽ, സെഡ് ഒരു ഡയറക്ഷനിൽ, മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇത് 3ഉം ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വേണ്ടത്. അപ്പൊ ഇൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. ഓക്കെ, ഇനി കോർഡിനേറ്റ് സിസ്റ്റം പല ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് നമുക്ക്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്. നമ്മുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പാർട്ടിക്കിളിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യണം. ചിലത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ചിലത് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ കൺസിഡർ ചെയ്യണം, ചിലത് നമ്മൾ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ കൺസിഡർ ചെയ്യണം. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ ഓർ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം ആണ് നമ്മൾ എന്താ പറയാ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ലോസ് ഗവേണിംഗ് എ സിംഗിൾ പാർട്ടിക്കിൾ മോഷൻ. സിംഗിൾ പാർട്ടിക്കിൾ മോഷന് എന്തൊക്കെ ലോസ് ആണ്? ഡൈനമിക്കൽ വേരിയബിൾസ് ആകുമ്പോഴത്തേനും ഡിഫറെന്റ് ലോസ് ഓഫ് മോഷൻസ് ഉണ്ടാവും. നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ലോസ് ഓഫ് മോഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ബേസിക്കലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച അതേ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, യൂണിറ്റ് 1 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിവിഷൻ ആണ്. ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഐഡിയാസ്. വൈ? ബിക്കോസ് നമ്മൾ ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോഴായാലും ഓരോരോ എന്താ പറയാ ഫിസിക്കൽ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യുമ്പോഴായാലും നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഇത് എവിടുന്ന് വന്നു, ഈ സംഭവം എവിടുന്ന് വന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓവറോൾ ഐഡിയ തരികയാണ് ഈ പെർട്ടിക്കുലർ യൂണിറ്റിന്റെ ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ യൂണിറ്റിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ സിംഗിൾ പാർട്ടിക്കിൾ മോഷൻ കണ്ടു. ഇനി ഡൈനമിക്കൽ വേരിയബിൾസ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, പൊസിഷൻ വെക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ആർ ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ വെലോസിറ്റി എന്തായിരിക്കും? d/dt ഓഫ് ആർ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് പൊസിഷൻ വെക്ടർ. വെലോസിറ്റി എന്ന് പറയുന്നത് d/dt ഓഫ് ആർ. നമ്മൾ അതിനെ ആർ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഡിസ്ക്രൈബ് ചെയ്യും. ഇപ്പൊ ഇനി ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലഗ്രാഞ്ചസ് ഫോർമുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഈ വെലോസിറ്റി അല്ലെങ്കിൽ എന്താ പറയാ dr/dt എന്നതിന് പകരം ആർ ഡോട്ട് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നുണ്ടാവുക.
അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ വരുമ്പോഴത്തേന് എന്താവും ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. അതായത് ഡി വി ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഡബിൾ ഡോട്ട്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആർ ഡോട്ട്, ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആർ ഡബിൾ ഡോട്ട്. ഇനിയൊക്കെ നമ്മൾ അതിന്റെ ടേംസിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ. ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? പി ഇസ് ഈക്വൽ ടു എം വി, മാസ് ടൈംസ് വെലോസിറ്റി. അതുപോലെ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഇസ് ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇവിടെ കോൺസ്റ്റന്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഡി ബൈ ഡി ടി എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്താണ്? ആക്സിലറേഷൻ. അപ്പൊ എന്തായി? നമ്മുടെ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് തന്നെ വന്നു. അത് ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞതാണ്. അതായത് കോൺസ്റ്റന്റ് മാസ് വരുമ്പോഴത്തേനും എഫ് ഇസ് ഈക്വൽ ടു എം എ ആയിട്ട് ഇത് റെഡ്യൂസ് ചെയ്യും. വേരിയബിൾ മാസ് വരുന്ന കേസിലാണ് നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് തന്നെ നമ്മൾ ക്വാണ്ടിറ്റിയെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ചെറിയ ഐഡിയാസ് നമുക്ക് തരുന്നതാണ്. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ എന്താ പറയാ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അത് ഓരോ കോർഡിനേറ്റിൽ വരുമ്പോഴത്തേനും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? ഡൈനാമിക്കൽ വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോൾ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താവും? എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു എഫ് എക്സ്. എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് കോർഡിനേറ്റ്. ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എം എക്സ് ഡബിൾ ഡോട്ട്. എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പൊ വൈ ഡബിൾ ഡോട്ട് എന്താണ്? ആക്സിലറേഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ. സെഡ് ഡബിൾ ഡോട്ട് ആക്സിലറേഷൻ ഇൻ ദ സെഡ് ഡയറക്ഷൻ. Okay, mx double dot is equal to fx, my double dot is equal to fy, mz double dot is equal to fz. Okay, അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി നമ്മൾ ഫോഴ്സിനെ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, വെലോസിറ്റി, പൊസിഷൻ ഒക്കെ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ ക്യൂ ആർ ക്യാപ്. അതായത് നമ്മുടെ പൊസിഷൻ വെക്ടറിന്റെ ടേംസിലാട്ടോ ഇത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റ് വെക്ടറിന്റെ ടേംസിലല്ല, പൊസിഷൻ വെക്ടറിന്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ ക്യൂബ് ആർ ക്യാപ്. ഇനി ടൈം ഡിപെൻഡന്റ് ഫോഴ്സിന്റെ കേസിലാണെങ്കിലോ, ഇഫ് ആൻ ഹെവി ഒബ്ജക്ട് ഇസ് മൂവിംഗ്, ദ ഫോഴ്സ് ഹാസ് എക്സ്പ്ലിസിറ്റ് ടൈം ഡിപെൻഡൻസ്. അതായത് നമ്മുടെ ഒരു ഹെവി ഒബ്ജക്റ്റ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പെർട്ടിക്കുലർ ടൈമിൽ അത് എത്ര മൂവ്മെന്റ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് ബി ക്രോസ് ബി. ബി ക്രോസ് ബി, ഇ ആൻഡ് ബി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ടൈം ആൻഡ് പൊസിഷൻ വെക്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ആംഗുലർ മൊമെന്റത്തിന്റെ യൂഷ്വൽ ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി, ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അപ്പോൾ ടൈം ഡെറിവേറ്റീവ് ഓഫ് ആംഗുലർ മൊമെന്റം ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ? ആർ ക്രോസ് ഡി പി ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, ദാറ്റ് ഇസ് ടോ. അതായത് ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതിയില്ലേ, അതുപോലെ തന്നെ ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ചേഞ്ച് ടൈം ഡെറിവേറ്റീവ് ഓഫ് ആംഗുലർ മൊമെന്റം ഇസ് ഈക്വൽ ടു ദ ടോർക്ക് ആക്ടിംഗ് ഓൺ ദ പെർട്ടിക്കുലർ പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഈ എല്ലാ എബോവ് ഇക്വേഷനും എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? സിംഗിൾ പാർട്ടിക്കിൾ മോഷനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം സിംഗിൾ പാർട്ടിക്കിൾ ആണ്. നമ്മൾ മിനി പാർട്ടിക്കിൾ സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടില്ല. സിംഗിൾ പാർട്ടിക്കിളിന്റെ ഡിസ്കഷൻ ആണ് ഇതിലൂടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. A block of mass m slides without friction down an fixed inclined plane which makes an angle theta with the horizontal. Calculate the acceleration of the block. Okay, നമുക്ക് ഒരു inclined plane ഉണ്ട് with the horizontal axis at an angle theta. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തീറ്റ ആംഗിളിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. അവിടെ ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം ഉണ്ട്. അതിങ്ങനെ സ്ലൈഡ് ചെയ്യാണ് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വിത്തൗട്ട് ഫ്രിക്ഷൻ അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്? നോർമൽ ഫോഴ്സ് അപ്വേർഡ്സ്. ഓക്കെ, ഒരു മാസ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യും? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ്സും നോർമൽ ആക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് അപ്വേർഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിളിന് ഒരു നോർമൽ ഫോഴ്സ് മുകളിലോട്ടുണ്ട്, എന്താ പറയാ, നമ്മുടെ എം ജി അല്ലെങ്കിൽ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ പുള്ള് താഴോട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ
എം ജിയെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എം ജി സൈൻ തീറ്റയും എം ജി കോസ് തീറ്റയും കിട്ടും. കോസ് കമ്പോണന്റ് ആയിട്ടും സൈൻ കമ്പോണന്റ് ആയിട്ടും നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. ഓക്കെ, ഈ ഫിഗറിനകത്ത് നിന്ന് ഇത്ര ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ gravitational force mg vertically acts downwards and it has two components. Parallel component ഏതാ? mg sin theta. ഈ ഇതിനോട് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് ഇതാ. ഇവിടെ നമ്മളൊരു പാരലൽ ആക്സിസ് വരച്ചു കഴിഞ്ഞാല് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് mg sin theta. ഇതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് എന്താണ്? mg cos theta. Okay. Since there is no friction, the only force causing the acceleration down the particle is parallel component. നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് ഇതിന് എന്തില്ല? പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഇല്ല. ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ? പാരലൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇതിനെ ഒപ്പോസ് ചെയ്യാൻ, അതായത് ഈ പാർട്ടിക്കിൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് വേറൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. അപ്പൊ അതെന്താവും? സ്ലൈഡ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ. വിത്തൗട്ട് ഫ്രിക്ഷൻ അത് എന്താ പറയുക, ഇങ്ങനെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിന് എന്ത് കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ? പാരലൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ ആയിരിക്കും. എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം എ. എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം എ. എം എം ക്യാൻസൽ ചെയ്താൽ ജി സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക് എന്താ? എ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ. ഓക്കെ, അതാണ് നമ്മുടെ ആക്സിലറേഷൻ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രോപ്പർലി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A particle of mass m is freely falling under the action of gravity in a medium. ഒരു മീഡിയം ഉണ്ട്, ഒരു മീഡിയം ഓഫ് നമുക്കൊരു സൊല്യൂഷൻ ആണെന്നോ, ഓക്കെ, ഒരു ലിക്വിഡ് ആണെന്ന് വിചാരിക്കാം. ഒരു പാർട്ടിക്കിൾ എം ഇങ്ങനെ ഫ്രീലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ആ മീഡിയത്തിലേക്ക് പോവാണ്. If the medium exerts a retarding force on the particle which is proportional to its velocity, determine the displacement and velocity of the particle as a function of time. Assuming that the particle starts from rest. റെസ്റ്റിൽ നിന്ന് ഒരു പാർട്ടിക്കിള് ഫ്രീലി ഫോൾ ആയി ഒരു മീഡിയത്തിലേക്ക് വരികയാണ്. ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു എന്താ പറയാ, ഒരു ബോൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന സ്പീഡിലായിരിക്കില്ല ആ വെള്ളത്തിനകത്ത് ആ ബോൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അതിനൊരു റിട്ടാർഡിങ് ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഒരു റിട്ടാർഡിങ് ഫോഴ്സ് ഉണ്ടാവും. ഇവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ദ റിട്ടാർഡിങ് ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു ദ വെലോസിറ്റി. എഫ് ഇസ് പ്രപ്പോർഷണൽ ടു ദ വെലോസിറ്റി. ഈ ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ദ പാർട്ടിക്കിൾ ഇസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടു ഫോഴ്സസ്. നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ്സ് എഫ് ഇസ് ഈക്വൽ ടു എം ജി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടാർഡിങ് ഫോഴ്സ് ഉണ്ട്, അതിനിങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ്. അതെന്താണ്? നമ്മുടെ റിട്ടാർഡിങ് ഫോഴ്സ് അപ്വേർഡ്സ് ഉണ്ട്. റിട്ടാർഡിങ് ഫോഴ്സ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? എഫ് റിട്ടാർഡിങ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ വി എന്ന് എഴുതാൻ പറ്റും. കെ ഇസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. നമ്മൾ എന്താ പറയാ, നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ വി. ഇനി നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഇത് എം ജി ഡൗൺവേർഡ്സും റിട്ടാർഡിങ് ഫോഴ്സ് അപ്വേർഡ്സും അതിന്റെ സം ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് എം ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം ജി മൈനസ് കെ വി. അപ്പൊ എമ്മിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ജി മൈനസ് കെ ബൈ എം വി. ഈ കെ ബൈ എമ്മിനെ നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ജി മൈനസ് ആൽഫ വി. എന്തിനാ നമ്മൾ ആൽഫ ആയിട്ട് റീപ്ലേസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ദ സിംപ്ലിസിറ്റി, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ആൽഫ ആയിട്ട് എടുത്തു. അത് ബീറ്റ ആയിട്ട് എടുത്താലും സി ആയിട്ട് എടുത്താലും എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താലും വിഷയമില്ല. നമ്മൾ ഇവിടെ ജസ്റ്റ് ആൽഫ ആയിട്ട് എടുത്തു, അത്രേ ഉള്ളൂ. ഈ കോൺസ്റ്റന്റിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ആൽഫ ആയിട്ട് എടുത്തു എന്നുള്ളൂ. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താവും? ഡി വി ബൈ ജി മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ടി. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 ബൈ ജി മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 ബൈ ആൽഫ എൽ എൻ ജി മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് ജി മൈനസ് ആൽഫ വി പ്ലസ് ടി പ്ലസ് സി എന്ന് പറയും. സി ഇസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഈ ആൽഫ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സീനെ സി ഡാഷ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അതായത് സി ഡാഷ് എന്ന് പറയുന്നത് അനദർ കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ്, അതായത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ് സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് സി ആണ്. അതിന്റെ കൂടെ ഒരു ആൽഫയും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ അത് സി ഡാഷ് ആയി മാറും. ഇനി നമ്മൾ എക്സ്പൊണൻഷിയേഷൻ ചെയ്യാണ്. അപ്പൊ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോഴത്തേനും എൽ എൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? എക്സ്പൊണൻഷ്യൽ ഓഫ്
ഈ പർട്ടിക്കുലർ തിങ് ആവും. അപ്പൊ ജി മൈനസ് ആൽഫ വി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് സി ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു മൈനസ് ആൽഫ ടി. ഈ സി ഡാഷ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ സി വൺ ആയിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ഇറ്റ്സ് റെസ്റ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ജി മൈനസ് ആൽഫ ഇൻറ്റു സീറോ വിച്ച് ഇസ് ഈക്വൽ ടു സി വൺ. ഇവിടെയും ആൽഫ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറോ എന്ന് കിട്ടും. അതായത് സി വൺ എന്ന് പറയുന്നത് എന്താവും? ജി ആയിട്ട് മാറും. അപ്പൊ ജി മൈനസ് ആൽഫ വി ഇസ് ഈക്വൽ ടു ജി ഇ റേസ് ടു മൈനസ് ആൽഫ ടി. വി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ആൽഫ ടി. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം രണ്ട് ഫോഴ്സിനെ അനലൈസ് ചെയ്തു, ഏതൊക്കെയാണ് ആ ഫോഴ്സ് എന്ന് മനസ്സിലാക്കി, അതിനെ ന്യൂട്ടൺ സെക്കൻഡ് ലോയ്ക്ക് അകത്ത് ഇട്ടുകൊടുത്ത് അനലൈസ് ചെയ്ത് നമുക്ക് വെലോസിറ്റി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് ms3 kg അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഓക്കെ, ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അതിന്റെ എന്താ പറയാ, പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, മാസ് നമുക്ക് തന്നിട്ടുണ്ട്, വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആംഗുലർ മൊമെന്റം ആൻഡ് ടോർക്ക് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ആംഗുലർ മൊമെന്റം ആൻഡ് ടോർക്ക് കണ്ടുപിടിക്കുന്നത്. മാസ് തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മുടെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കേണ്ടത്. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്താ? ആർ ക്രോസ് പി ആണ്. പി ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, പി ഡയറക്റ്റ് തന്നിട്ടില്ല. പകരം നമുക്ക് പൊസിഷൻ വെക്ടറും മാസും തന്നിട്ടുണ്ട്. അപ്പൊ പൊസിഷൻ വെക്ടർ മാസും വെച്ചിട്ട് വെലോസിറ്റി മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് മൊമെന്റം കണ്ടുപിടിച്ചൂടെ? പി ഇസ് ഈക്വൽ ടു എം വി, അതായത് 3 ഇൻറ്റു 3i പ്ലസ് 5j വിച്ച് ഇസ് ഈക്വൽ ടു 9i പ്ലസ് 15j. അപ്പൊ നമുക്ക് മൊമെന്റം കിട്ടി. മൊമെന്റം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആയിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആംഗുലർ മൊമെന്റം കിട്ടും, എൽ കിട്ടും. ഓക്കെ, എൽ നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ടോർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ആംഗുലർ മൊമെന്റും ടോർക്കും ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ടും നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയാണ് നേരത്തെ പറഞ്ഞ സെക്ഷനിലെ 1.2 ഡിസ്കഷനിൽ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ടെർമിനൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് പോകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ലോസ് ആണ്. ഇപ്പൊ കൺസർവേഷൻ ലോസ് എന്ന് പറയുമ്പോഴത്തേനും എന്തൊക്കെ കൺസർവേഷൻസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസർവേഷൻ ആണ്. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പോലും ആ സിസ്റ്റത്തിൽ എഫക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താവും? മൊമെന്റം റിമെയിൻസ് ദ സെയിം. വൈ? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഇസ് എ കോൺസ്റ്റന്റ്. ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ടൈം ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ വെക്ടർ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0, പി ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇറ്റ് അപ്ലൈസ് ഫോർ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ആകുമ്പോഴത്തേനും എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മുടെ മൊമെന്റം. അതുപോലെ തന്നെയാണ് ആംഗുലർ മൊമെന്റത്തിന്റെ കേസിലും. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല, എക്സ്റ്റേണലി ഒരു ടോർക്കും ഇല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടോർക്ക് ഇല്ല മീൻസ് dl by dt is equal to 0, which means L is a constant. ഓക്കെ, ഇത് രണ്ടും എന്താ പറയാ, ഇത് രണ്ട് കൺസർവേഷൻ റൂൾസ് ആണ്. ഇനി അടുത്ത കൺസർവേഷൻ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോർക്ക് 0 നോട്ട് ഓൺലി വെൻ ദ ഫോഴ്സ് ഇസ് 0 ബട്ട് ഓൾസോ വെൻ ദ പൊസിഷൻ വെക്ടർ ആൻഡ് ഫോഴ്സ് ആർ പാരലൽ. നമ്മുടെ ആർ ക്രോസ് എഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആണ്. ഇപ്പൊ ആറും എഫും പാരലൽ ആണെങ്കിൽ എന്താണ്? പാരലൽ ആവുന്ന സമയത്ത് സൈൻ 0 വരും. ആർ ക്രോസ് എഫ് വിച്ച് മീൻസ് ആർ എഫ് സൈൻ തീറ്റ. സൈൻ 0 എന്ന് പറയുന്നത് എന്താ? 0. അല്ലെങ്കിൽ ഇത് ആന്റി പാരലൽ ആണെങ്കിലും ഇതേ കേസ് സംഭവിക്കും. ഓക്കെ, ആ ഒരു കേസ് പറഞ്ഞതാണ്. ഇനി കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ലോവർ ക്ലാസ്സസ് മുതൽ പഠിക്കുകയാണ്. ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ഡൺ ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും വർക്ക് ഡണ്ണിന്റെ. അപ്പോ അതായത് വർക്ക് ഡണ്ണിന് ക്ലോസ്ഡ് പാത്ത് എന്തായി മാറും? അപ്പോ 0 ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കൺസർവേറ്റീവ് എനർജിയുടെ കേസിൽ എനർജി അല്ലെങ്കിൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും.
kinetic energy plus potential energy half mv square plus mgh is equal to a constant. അങ്ങനെ പറഞ്ഞു വരും. അതുപോലെ തന്നെ വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഇസ് 0. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്താ പറയാ, ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. For a conservative force, it can be represented as the gradient of a scalar function. F is equal to minus del V of R. Okay. ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനെ സ്കേലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതിന്റെയൊക്കെ അപ്ലിക്കേഷൻ വരുന്ന എവിടെയാണെന്ന് അറിയോ? നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് എന്താ പറയാ, ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനോ എടുക്കാനോ ഒന്നും ആയിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക. നമ്മുടെ അടുത്ത് എന്താ പറയുന്നുണ്ടാവുക, നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്തായിരിക്കും? ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ഫോഴ്സ് ഇക്വേഷന്റെ ഡെൽ വി കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അതാണ്. ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി വർക്ക് എനർജി. ഓക്കെ, വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറത്തിനകത്ത് പറയുന്നത് എന്താ? വർക്ക് ഡൺ ബൈ എ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ kinetic energy. Net work done is equal to change in kinetic energy. That is WAB is equal to TA minus TB. അപ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എങ്ങനെ കൺസർവ് ചെയ്യാം നമ്മള്? TA plus VA is equal to TB plus VB. A, B എന്ന് പറയുന്നത് രണ്ട് സിസ്റ്റത്തിന്റെ രണ്ട് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ്. അതെന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി E is equal to T plus V is a constant. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. ലീനിയർ മൊമെന്റം കൺസർവ്ഡ് മീൻസ് P is a constant. ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും, വിച്ച് മീൻസ് ആംഗുലർ മൊമെന്റം ഇസ് എ കോൺസ്റ്റന്റ്. ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും, വിച്ച് മീൻസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ടായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൺസർവേഷൻ ലോസിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി ജനറൽ കൺസർവേഷൻ തിയറം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാണ്ടിറ്റി കൺസർവ്ഡ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരണം. അതായത് ഫോർ എ കൺസർവ്ഡ് ക്വാണ്ടിറ്റി ഇൻ മെക്കാനിക്സ് ഇറ്റ് ഇസ് ടിപ്പിക്കലി ആസ് എ ഫംഗ്ഷൻ ഓഫ് position and momentum, which means dq by dt is equal to 0 means q is a constant. Okay, that is for every conservation law there is a symmetry. For every conservation law there is a symmetry എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ടോപ്പിക് എൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിംഗിൾ പാർട്ടിക്കിൾ മോഷന്റെ കൈനമാറ്റിക്സിനെയും അതിന്റെ ഡൈനമിക്സിനെയും പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ കൺസർവേഷൻ ലോസ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? 3 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.